അവരരിഞ്ഞിറക്കിയിട്ട് പോയി ഈ പരുവമാക്കി. അങ്ങനെ അതിന് നമുക്ക് ആരുമില്ല, പറയാനും എടുക്കാനും ഒന്നുമില്ല, ആരുമില്ല. വയോധിക ദമ്പതികളുടെ വഴിയടച്ച് കൃഷിയിറക്കിയതായി പരാതി. വഴിയടച്ചുള്ള കൃഷിയിറക്കലിൽ പ്രതിഷേധവുമായി വയോധിക ദമ്പതികൾ. ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം സിന്ധുഭവനിൽ സുശീലാമ്മയുടെ വീട്ടിലേക്കുള്ള വഴിയാണ് ഏകദേശം അടങ്ങിയ നിലയിലായത്. നേരത്തെ ഇങ്ങനെ കിടന്ന വഴിയാണ്, ഇങ്ങനെ അങ്ങ് കിടന്ന വഴിയാണ്. അത്രയും വഴി എല്ലാവരും എല്ലാ പ്രാവശ്യവും വെട്ടി അരിഞ്ഞ് ഇങ്ങനെ ഇത്രയാക്കി. ഇപ്പം ഇത്രയും ആക്കി. ഇപ്പം ഇത് വേറെ പുരയിടാണ്. വഴിയെല്ലാം അവർ അരിഞ്ഞിറക്കി അവർ കൊണ്ടുപോയി. നമ്മൾ പറയുമ്പോൾ നമ്മൾ കോരി വയ്ക്കുമ്പോൾ വീണ്ടും വന്ന് അരിഞ്ഞിറക്കും. താവൂക്കൊക്കെ പറക്കി അടുക്കി വെച്ചിരുന്നത് എല്ലാം അവർ പറക്കി വണ്ടി കയറ്റി അവർ പൊടിച്ച് കൊണ്ടുപോയി, പൊട്ട് മെഷീനിട്ട്. അങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്ത് നമ്മൾ കോരി വെച്ചാലും തൊഴിലുറപ്പുകാരിലെയൊക്കെ വെച്ച് കോരി വെച്ചതാ മെമ്പറിൻ്റെ അടുത്ത് പറഞ്ഞ്. അതെല്ലാം അരിഞ്ഞ് പറക്കി അവർ കൊണ്ടുപോകും. അങ്ങനെ ഇത്രയും വഴി ഇങ്ങനെ കിടന്നതാ. ഇപ്പം ഒരു വഴിയില്ലാതാക്കി. അത് പറഞ്ഞപ്പോൾ അവർ ഇപ്പോഴും പറഞ്ഞ്, ഞങ്ങൾ പറഞ്ഞ് കോരി വയ്ക്കത്തില്ലെന്ന് പറഞ്ഞ് അവർ അരിഞ്ഞിറക്കിയിട്ട് പോയി ഈ പരുവമാക്കി. അങ്ങനെ അതിന് നമുക്ക് ആരുമില്ല, പറയാനും എടുക്കാനും ഒന്നുമില്ല, ആരുമില്ല. സുശീലാമ്മയും കുടുംബവും 27 വർഷം മുൻപാണ് കുറുങ്ങൽ ഏലായുടെ സമീപത്തായി 3 സെന്റ് വസ്തു വിലയ്ക്ക് വാങ്ങി വീട് വെച്ചത്. ഇവിടെ താമസമായ കാലം മുതൽ ഈ കുടുംബവും സമീപത്തുള്ളവരും ഈ വഴിയെയാണ് ആശ്രയിച്ചിരുന്നത്. പുതിയ പാതകൾ എത്തിയതോടെ മറ്റാളുകൾ ഈ വഴി ഉപേക്ഷിച്ച മട്ടാണ്. എന്നാൽ സുശീലാമ്മയും കുടുംബവും ഈ വഴി ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ 2 മീറ്റർ വീതി ഉണ്ടായിരുന്നു ഈ നടവരമ്പിന്. വീട് പണിയൊക്കെ നടന്ന സമയത്ത് ഞങ്ങൾ ഇതിലേ കൂടെയാണ് സാധനങ്ങളെല്ലാം കൊണ്ട് ചമന്ന് വന്നത്. ഇപ്പം ഒന്നും കൊണ്ട് ചമക്കാനും നോക്കത്തില്ല. ഇപ്പം വലിയ പാടാണ്. നാളെ മെയിൻ്റനൻസിന് സാധനം ഇറക്കിയപ്പം തന്നെ ഭയങ്കര പാടായിരുന്നു. അങ്ങനെയൊക്കെ ഇവർ ചെയ്ത് വെക്കുന്ന വേലയാണ്. അവരുടെ അടുത്ത് പറഞ്ഞാൽ അവരും കേൾക്കത്തില്ല. വസ്തുവിൻ്റെ ഉടേൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവരും കേൾക്കത്തില്ല. അങ്ങനെ നമുക്ക് ഒരു വഴിയില്ലാതെ ഇങ്ങനെ കിടക്കുക. എന്നാൽ അടുത്തിടെ നടവരമ്പിനോട് ചേർന്നുള്ള നിലം ചിലർ പാട്ടത്തിനെടുത്ത് കൃഷി ഇറക്കാൻ ആരംഭിച്ചു. നിലത്തിൽ കൃഷി ഇറക്കാനായി നിലം ഒരുക്കുന്നതിനിടയിലാണ് 2 മീറ്ററോളം വീതി ഉണ്ടായിരുന്ന നടവരമ്പിന്റെ 3/4 ഭാഗത്തോളം അരിഞ്ഞെടുത്തത്. ഇപ്പോൾ കഷ്ടിച്ച് 1 അടിയോളം വീതി മാത്രമാണ് നടവരമ്പിനുള്ളത്. വാർദ്ധക്യ സഹജമായ ഒട്ടനവധി അസുഖങ്ങളുള്ള ഇരുവർക്കും വഴിയുടെ വീതി കുറച്ചത് കാരണം ഇതുവഴി യാത്ര ചെയ്യുക എന്നുള്ളത് ഏറെ ക്ലേശകരമാണ്. അപ്പൊ ഇത് അവരെ പുരയിടാണ്. ഇത് അവരെ പുരയിടത്തൂടെയാണ് നമ്മൾ ഇപ്പം നടക്കുന്നത്. അവർ ഈ പുരയിടം ഇവിടെ വന്ന് അവർ വേലി കെട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിടവും പോകാനൊക്കത്തില്ല. നമ്മളെന്തോ ഇത്രയും വർഷം 27 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുകയാണ്. ഇങ്ങനെ കിടന്ന വഴിയാണ്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എന്തോ ചെയ്യും? അങ്ങനെയൊക്കെ അവർ നെൽകൃഷിയൊക്കെ ചെയ്യട്ടെ, നല്ലത് തന്നെ, നമുക്ക് നല്ലതല്ലേ കാട് കയറാതെയൊക്കെ കിടക്കുന്നത്. അവർ ചെയ്തിട്ട് ഇത്രയും ഒരുപിടി നെല്ലൂടെ കിട്ടി എന്തോ ചെയ്യാനാ? എങ്ങനെ അവർ നന്നാവും? നല്ലതുപോലെ ജീവിക്കട്ടെ. അങ്ങനെയൊക്കെ ഉള്ള കാര്യമാണ്. ഞങ്ങൾ ആരെയും ഒന്നിനും പോകുന്നില്ല. ഞങ്ങൾക്ക് ഒന്നും പറയാനൊക്കത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം വീട് കയറി അടിക്കുക. ഇവിടെ ഒന്ന് വയലിലൊക്കെ ഒത്തിരി പ്രാവശ്യം ഞാൻ വീണ ആളുകളൊക്കെ വന്ന് കാണുന്നവർ ചിലർ മനസ്സാക്ഷിയുള്ളൊരു റോഡിൽ നിന്ന് വരുന്നവരൊക്കെ പിടിച്ചെണ്ണിപ്പിക്കും. പക്ഷെ എൻ്റെ കാലിൽ കൂടെ ഇങ്ങനെ ഊന്ന് പോയിട്ടുണ്ട്. ഊരുന്നത് സത്യമാണ്. സത്യം എന്ന് വെച്ചാൽ സത്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ കാല് അത് പോട്ടെന്നും പറഞ്ഞ് ഇങ്ങനെ നിന്നപ്പം കാണാം അത് എൻ്റെ കാല് ഇങ്ങനെ ഊന്നങ്ങ് പോയി. എന്നിട്ട് കടിച്ചില്ല, ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തൂടെയാണ് ഞാൻ നടക്കുകയും പോവുകയും ചെയ്യുന്നത്. ഇങ്ങനെ വഴിയില്ലാത്തത് ആയതിനാൽ നടവരമ്പ് സഞ്ചാരയോഗ്യമായ നിലയിൽ പുനർനിർമ്മിക്കണമെന്ന ഈ കുടുംബത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. അവിടെ താമസിക്കുന്ന വളരെ പാവങ്ങളായിട്ടുള്ള പ്രായം എത്തിയ ആൾക്കാരാ, സുഖമില്ലാത്തവരാ രണ്ടുപേരും. ആ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നടന്നു പോകുന്ന സമയത്ത് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയും. ആ ഒരു സാഹചര്യത്തിൽ ഒരു നടവരമ്പ് കൃഷിക്കാരെന്നുള്ള രീതിയിൽ അവർ ഈ നടവരമ്പ് അരിഞ്ഞുകൊണ്ട് അവർക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ നടവരമ്പ് അരിഞ്ഞ് വീതിയില്ലാത്തൊരവസ്ഥ സംജാതമാക്കിയിരിക്കുക. അതിന് അറുതി വരുത്തേണ്ടതായിട്ടുണ്ട്. ആര് തന്നെ ആയാലും നീതികേടാണ് കാണിക്കുന്നത്, ശരിയല്ല അത്. കാരണം ഈ 2 പാവങ്ങൾ അവിടെ താമസിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് യാത്രാ സൗകര്യം അത് ആര് ചെയ്താലും അത് നീതികേടാണ്. അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് രംഗത്തേക്കും. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതി ആ പാവങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇത് കോടതി പോയാണെങ്കിൽ അങ്ങനെ, കോടതി പോയാലേ നീതി കിട്ടത്തുള്ളെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മളിവിടെ ഭരണസിരാ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പരാതി കൊടുക്കുന്നുണ്ട്. അവിടെ നീതി കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ കോടതിയിൽ പോയി ആയാലും ഇവർക്ക് വരമ്പ്
അതായത് നടന്നു പോകത്തക്ക രീതിയിലുള്ള സംവിധാനത്തിലേക്ക് എത്തത്തക്ക രീതിയിലുള്ള സാഹചര്യം സംജാതമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നമ്മൾ സംഘടിപ്പിക്കും. വഴി സഞ്ചാരയോഗ്യമാക്കാത്ത പക്ഷം ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് സമീപവാസികൾ. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.